അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുറേ സെറ്റ് ഓഫ് പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് കണ്ടുപിടിക്കാനുള്ള കുറേ കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് കുറച്ച് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ്. ഇവിടെ കുറച്ച് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് വരുന്നത് ഒരു പ്രൂവ് ദാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പിന്നെ അത് സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പാർട്ടിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് 1-2 ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഇതൊരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്, 3 cos ഇൻവേഴ്സ് x ഈക്വൽ ടു cos ഇൻവേഴ്സ് 4x³ - 3x എന്ന രീതിയിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് ഒരു കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ അത്, x ബിലോങ്സ് ടു 1/2, 1 എന്ന് പറയുന്ന രീതിയിൽ ഒരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്. സോ അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യണത്? പല രീതിയിൽ പ്രൂവ് ചെയ്യാം അല്ലേ. അതായത് ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നു, അതിനൊരു വാല്യൂ കണ്ടുപിടിക്കുന്നു, പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നു, നമ്മൾ അതിനൊരു വാല്യൂ കണ്ടുപിടിക്കുന്നു. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റോ റൈറ്റോ എടുത്തിട്ട് അത് ഈ വാല്യൂയിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള രീതിയിലും ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡാണ് എടുക്കുന്നത്. എന്താ റൈറ്റ് ഹാൻഡ് സൈഡ്? കോസ് ഇൻവേഴ്സ് 4x³ - 3x എന്ന് പറയുന്ന റൈറ്റ് ഹാൻഡ് സൈഡ് ഞാൻ എടുക്കുന്നു. അതിനുശേഷം ഞാൻ എക്സിന് കോസ് തീറ്റ എന്ന് കൊടുക്കുന്നു. എക്സിന് ഞാൻ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? കോസ് തീറ്റ എന്ന് ഞാൻ കൊടുക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ അതെങ്ങനെ മാറും എന്നൊന്ന് പറയാമോ? അപ്പോൾ അതെങ്ങനെ മാറും? കോസ് ഇൻവേഴ്സ് 4 cos³ തീറ്റ മൈനസ് 3 cos തീറ്റ എന്ന് പറയുന്ന രീതിയിൽ വരും. 4 cos³ തീറ്റ മൈനസ് 3 cos തീറ്റ. എന്താ 4 cos³ തീറ്റ മൈനസ് 3 cos തീറ്റ? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ഇത്? ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് cos 3 തീറ്റ. ശരിയാണോ? അതെന്താ വരുന്നത്? cos 3 തീറ്റ എന്നാണ് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ എന്താ കോസ് ഇൻവേഴ്സ് കോസ് എക്സ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ കോസ് ഇൻവേഴ്സ് കോസ് എക്സ്? കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എന്താ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. അത് എക്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കോസ് ഇൻവേഴ്സ് കോസ് 3 തീറ്റ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 3 തീറ്റ. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്? എക്സിന് കോസ് തീറ്റ എന്ന് പറഞ്ഞല്ലേ സ്റ്റാർട്ട് ചെയ്തേ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? അത് കോസ് ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 3 cos ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും? ഈക്വൽ ടു LHS. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്തില്ലേ? ഇത്രയുള്ള പരിപാടിയുള്ളൂ. ജസ്റ്റ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമ്മൾ LHSലേക്ക് എത്തി. ഓക്കെ ആണല്ലോ? എന്ന് പറയുന്നത് ഈ രീതിയിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് സംതിങ് ഈക്വൽ ടു ഇത്ര പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കേണ്ടത് ഈ സൈഡാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് നമ്മൾ എടുക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് ഇതിനെ എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം, ഇതിനെ വൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ അവിടെ ആവശ്യമാണ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇൻസൈഡ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 - xy. അപ്പോൾ നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? ഏതാ ഇക്വേഷൻ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 - xy. അപ്പോൾ അതെങ്ങനെ വരുന്നു എന്ന് പറഞ്ഞേ. അപ്പോൾ LHSൽ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ LHSൽ നിന്ന് തുടങ്ങുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം ആരാ? ഇയാളുണ്ട്, വൈക്ക് പകരമുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 - xy വേണം വരാൻ. അപ്പോൾ 2/11 പ്ലസ് 2/27 ഡിവൈഡഡ് ബൈ എന്ത് വരും? 1 - 2/11 ടൈംസ് 2/27 എന്ന് പറയുന്ന രീതിയിൽ വരും അല്ലേ? അല്ലെങ്കിൽ ഇതെല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് 125 ഡിവൈഡഡ് ബൈ 264. അപ്പോൾ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് 125/264 ടൈംസ് 264/250 എന്ന് പറയുന്ന രീതിയിൽ വരും. അപ്പോൾ അത് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയുക. 264 ക്യാൻസൽ ആവും. ഫൈനലി നമുക്ക് ടാൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്ന രീതിയിൽ വരും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള കാൽക്കുലേഷൻസ് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കേസുള്ളൂ. നോർമൽ കാൽക്കുലേഷൻ മാത്രമാണ്. ഇത് നമുക്ക് a/b + c/d ഫോർമാറ്റിലാണ്. ഇത് 1 - a/b ടൈംസ് c/d ആണ് നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഫൈനലി ഈ ഒരു ഫോർമാറ്റിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ടാൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു RHS എന്ന് പറയുന്ന രീതിയിൽ വരും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് സിംപ്ലസ്റ്റ് ഫോമിലാക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചെറിയ പേടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്.
ഓക്കെ, അപ്പോൾ നമുക്കിത് തുടങ്ങാം. ടാൻ ഇൻവേഴ്സ് റൂട്ട് 1 മൈനസ് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇതിനകത്ത് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ മാത്രമേ റൂട്ടിലുള്ളൂ, -1/x. അപ്പോൾ നമ്മളിത് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ്, ടാൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിലെ ടാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നെങ്കിൽ ടാൻ എക്സോ ടാൻ തീറ്റയോ ടാൻ 2 തീറ്റയോ ടാൻ 3 തീറ്റയോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അത് എങ്ങനെയായി മാറും? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ എന്താ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ തീറ്റ, ആ രീതിയിലൊക്കെ നമുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഇൻസൈഡ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ടേമുകളെല്ലാം നമുക്ക് എങ്ങനെ മാറ്റാനാണ് എളുപ്പം? മാറ്റാനല്ല, അങ്ങനെ മാറ്റിയാൽ ടാനിലേക്ക് മാറ്റിയാലാണ് കുറച്ചും കൂടെ ഈസി ആവുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുക്കുന്നു. അപ്പോൾ എന്തോരും ടാൻ ഇൻവേഴ്സ് റൂട്ട് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ -1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. ഡൗട്ടില്ലല്ലോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ എങ്ങനെ മനസ്സിലായി? നമ്മൾ എന്ത് കൊടുത്തു? എക്സിന് ടാൻ തീറ്റ കൊടുത്തു. അതിൻ്റെ ഒരു റീസണാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇതിൻ്റെ ഉള്ളിലെ ടാൻ എന്ന് പറയുന്ന രീതിയിൽ വരണം. അപ്പോൾ എനിക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോയാൽ കിട്ടും എന്നുള്ള രീതിയിൽ പോകുന്നു. അപ്പോൾ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് എന്താണ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ? ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ട് സീക്ക് സ്ക്വയർ തീറ്റയാണ്. റൂട്ട് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് ഇട്ടത്. അപ്പോൾ റൂട്ട് സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? അത് സീക്ക് തീറ്റ അല്ലേ? റൂട്ട് സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ അത് സീക്ക് തീറ്റ വരും. അപ്പോൾ അത് എന്ത് വരും? സീക്ക് തീറ്റ -1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. ഡൗട്ടുണ്ടോ? ഡൗട്ടില്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഇനി അതിൽ നിന്ന് എന്താ സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ? സീക്ക് തീറ്റ ഈസ് നത്തിങ് ബട്ട് 1/cos തീറ്റ. ശരിയാണോ? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താടാ? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. ശരിയാണോ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സോ ടാൻ ഇൻവേഴ്സ് സീക്ക് തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/cos തീറ്റ. ക്ലിയർ? 1/cos തീറ്റ -1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. സിമ്പിൾ അല്ലേ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. എത്ര എളുപ്പമായിട്ടാണ് ചെയ്യണേ? ഇനി എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയാണോ? ടാൻ ഇൻവേഴ്സ് 1 - cos തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ദെൻ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. സെറ്റല്ലേ? അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായോ? ഇത്രയും സ്റ്റെപ്പ് ക്ലിയർ ആണോ? ഇതിൽ കോസ് തീറ്റ ക്യാൻസൽ ചെയ്യാം. ബാലൻസ് ചെയ്യാൻ ആദ്യം മുതൽ മുകളിലേക്ക് എഴുതാം. ക്ലിയർ? സോ ടാൻ ഇൻവേഴ്സ് 1 - cos തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. കോസ് തീറ്റ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. ബാലൻസ് എന്താ വരുന്നത്? ഒന്ന് പറഞ്ഞേ. ബാലൻസ് എന്താ വരുന്നത്? ബാലൻസ് എന്ത് വരും? ബാലൻസ് വരുന്നത് ടാൻ ഇൻവേഴ്സ് 1 - cos തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് പറയുന്ന രീതിയിൽ വരും. 1 - cos തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത്. ക്ലിയർ ആണോ? ഇനി മനസ്സിലാക്കേണ്ട കേസ്, ഇവിടെ 1 - cos തീറ്റ ബൈ സൈൻ തീറ്റയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ നോർമലി പോകാൻ പറ്റില്ല. സപ്പോസ് നിങ്ങൾ വിചാരിക്കേണ്ട കേസ് 1 - cos 2 തീറ്റ ആയിരുന്നെങ്കിൽ എന്താണ് അതിൻ്റെ ആൻസർ? അല്ലെങ്കിൽ സൈൻ 2 തീറ്റ ആയിരുന്നെങ്കിൽ എന്താണ് ആൻസർ? ഒന്ന് പറയാൻ പറ്റുമോ? 1 - cos 2 തീറ്റ ആയിരുന്നതിൻ്റെ ആൻസർ എന്തായിരുന്നടാ? 2 സൈൻ സ്ക്വയർ തീറ്റ ആയിരുന്നു. സൈൻ 2 തീറ്റ ആകുമ്പോഴോ 2 സൈൻ തീറ്റ കോസ് തീറ്റ ആയിരുന്നു. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ 1 - cos തീറ്റ ഹാഫ് ആംഗിളിലേക്ക് വരണം. ശരിയാണോ? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 വരണം. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് വരണടാ? 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2ലേക്ക് വരണം. ശരിയാണോ? ശരിയാണോ? ഓക്കെ. അപ്പോൾ അതെങ്ങനെ വരുന്നു? ടാൻ ഇൻവേഴ്സ് ഞാൻ ഏതാ നമുക്ക് എടുക്കണ്ടേ? 1 - cos തീറ്റ. അപ്പോൾ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് വരുമ്പോഴോ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ക്ലിയർ അല്ലേ? 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. അതിനുശേഷം ഞാൻ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ബാലൻസ് എന്താ? 2 ക്യാൻസൽ ചെയ്തു. ബാലൻസ് എന്ത് വരും? ടാൻ ഇൻവേഴ്സ്. ഞാൻ ഈ താഴെയുള്ളതൊക്കെ ഒന്ന് മാറ്റി കളയാം. ടാൻ ഇൻവേഴ്സ് എന്ത് വരുടാ? ടാൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ബൈ 2. ടാൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ബൈ 2. സോ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ബൈ 2. സിമ്പിൾ അല്ലേ? ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ബൈ 2. എന്താ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ്? ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ? നമ്മൾ പഠിച്ചിട്ടുണ്ട് തീറ്റ. അങ്ങനെയാണെങ്കിൽ എന്താ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ബൈ 2? തീറ്റ ബൈ 2. ക്ലിയർ അല്ലേ? ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ബൈ 2. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെയാണ് കൊടുത്തതെന്ന് ഓർക്കുന്നുണ്ടോ? എക്സിന് നമ്മൾ എന്താ കൊടുത്തേ? എക്സിന് നമ്മൾ ടാൻ തീറ്റ എന്നാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്താടാ? ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? തീറ്റയ്ക്ക് വരെ എന്ത് വരൂടാ? ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 2. ഇതാണ് അതിൻ്റെ ആൻസർ. ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന രീതിയിൽ വരും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.